ഒപ്പനയുടെ ആ ഒരു പെർഫോമൻസ് സ്റ്റാർട്ട് ചെയ്യുന്നവരെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന കുറെ കുട്ടികൾ. അപ്പൊ എന്തായാലും പുറത്ത് മഴയുണ്ടല്ലോ എന്ന് വെച്ചാൽ മഴ ആസ്വദിച്ചുകൊണ്ടിരിക്കാന്ന് തോന്നുന്നു. ഹലോ, ഏതാ സ്കൂള്? ഞങ്ങള് ഗവൺമെന്റ് ചേർപ്പ്. അപ്പൊ അവിടുന്ന് നമ്മൾ ഒപ്പനയ്ക്കായിട്ട് വന്ന് റെഡി ആയിരിക്കുമ്പോ ബോറടിച്ചോണ്ടാണോ പുറത്ത് ഗ്രീൻ റൂമിൽ നിന്ന് പുറത്ത് വന്നിരിക്കാന്ന് വെച്ച് കുറച്ചൊരു നല്ല ശ്വാസം വെച്ച് മറ്റേ മഴയൊക്കെ കണ്ട് ആസ്വദിക്കാനായിട്ട് വന്ന് നിൽക്കുകയാണല്ലേ. എന്താ പേര് നിങ്ങളുടെ? ഫർഹ, ഫാത്തിമ, ഹിബ, ഐഷ, ഹന്ന. ഇനി ബാക്കിയുള്ളവർ അകത്തൊക്കെ ആയിരിക്കും അല്ലേ? ഓക്കെ. ടെൻഷൻ ഉണ്ടോ നിങ്ങൾക്ക്? ടെൻഷൻ ഒന്നുമില്ല. ഇവിടെ ഇല്ലാന്ന് പറയുന്നത് അതേ സമയത്ത് തന്നെ ഇവിടെ ഒരാൾക്കൊക്കെ ടെൻഷൻ ഉണ്ടാവുമല്ലോ, വേണല്ലോ. കുറച്ച് ടെൻഷനൊക്കെ വേണം. അങ്ങനെ ആവശ്യമായിട്ടുള്ള അത്രയും ടെൻഷൻ മാത്രമേ ഉള്ളൂ, ഓവർ ടെൻഷൻ ഒന്നും ഇല്ല. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റട്ടെ കേട്ടോ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഇതാ ഒപ്പന കളിക്കുന്ന ഫ്രണ്ട്സിന് കോൺഫിഡൻസ് കൊടുക്കാനായിട്ട് വേറെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ. എന്താ പേര്? എന്റെ പേര് അയ്യോ ചിരി. ഫ്രണ്ട്സ് ചുറ്റും നിൽക്കണോണ്ടാണ്. പേര് പറഞ്ഞു. എന്റെ പേര് ദേവാനന്ദ് എന്നാണെന്ന് തോന്നുന്നു. അവനാണ് പ്ലസ് ടൂല്. എത്രയല്ല? അവനാണ് വാപ്പ. എത്രയല്ല? ദേവാനന്ദ് എന്നാണോ പേര്? ഓക്കെ, ദേവാനന്ദ് ആണ്. ദേവാനന്ദ് നമ്മുടെ ഫ്രണ്ട്സ് ആണോ ഒപ്പന കളിക്കാൻ വന്നിട്ടുള്ളത്? ഫ്രണ്ട്സ് ആണ്. അപ്പൊ അവർക്ക് കോൺഫിഡൻസ് കൊടുക്കാനായിട്ടാണ്, അവരെ ഹാപ്പി ആക്കാൻ വേണ്ടി വന്നതാ. പക്ഷെ അപ്പുറത്ത് നിന്ന് ബാക്കി ഫ്രണ്ട്സ് അവിടെ നിന്ന് ചൂടാക്കിക്കൊണ്ടിരിക്കുക. അതാണ് ദേവാനന്ദന് ചിരി നിർത്താനായിട്ട് പറ്റാത്തത്. ചിരിപ്പിക്കുന്ന ഫ്രണ്ട്സിന്റെ പേരെന്തൊക്കെയാ? അരവിന്ദ്, അമല്, അഭിനവ്. നിങ്ങളും ഫ്രണ്ട്സിന് കോൺഫിഡൻസ് കൊടുക്കാൻ വന്നതാണല്ലേ? നിങ്ങളുടെ സ്കൂളിൽ നിന്ന് വേറെ ഐറ്റംസ് വരുന്നുണ്ടോ? ഏതൊക്കെ ഐറ്റംസാ? കോൽക്കളി, പിന്നെ ഒപ്പന, നാടകം, പിന്നെ കൂടിയാട്ടം. അപ്പൊ ഇതൊക്കെ കാണാനായിട്ട് ഇങ്ങനെ മാറി 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 പോണം. കയറ്റുണ്ട്. കോൽക്കളി. ഓ, കോൽക്കളി കളിക്കാൻ പോവുകയാണല്ലേ? അപ്പൊ കോൽക്കളി കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ ഇനി ഒപ്പനക്കാർക്ക് കോൺഫിഡൻസ് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. എങ്ങനെ ഉണ്ടായിരുന്നു കോൽക്കളി? നല്ലതായിരുന്നു. അടിച്ചു പൊളിച്ച് കോൽക്കളി കളിച്ചല്ലേ? അപ്പൊ ഇനിയിപ്പോ റിസൾട്ട് ഒക്കെ വന്നോ അതോ വന്നിട്ടേ പോവുള്ളൂ? വന്നിട്ട് പോളോ. അപ്പൊ റിസൾട്ട് ഒക്കെ അറിഞ്ഞിട്ട് പോവാനുള്ള ഒരു പ്ലാനിലാണ് ദേവാനന്ദ്. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. എങ്ങനെയുണ്ട് ഈ കലോത്സവം? കലോത്സവം ഉഷാറാക്കി, എല്ലാരും ഉഷാറായിട്ട്. കോൽക്കളിയൊക്കെ അടിപൊളിയായോ? ഓക്കെ, ഞങ്ങൾ അടിപൊളിയായിട്ട് കളിച്ചു. ഇവനോട് ഇവനെന്താ പേര്? അക്മൽ. ഇത് ഫാഷൻ ആണോ? ട്രെൻഡ് സാധനമാണ്. ഓക്കെ, അപ്പൊ നമ്മള് ട്രെൻഡിനൊപ്പം ആണല്ലേ? പേര് പറഞ്ഞില്ല? അക്മൽ. അക്മൽ. അപ്പൊ നിങ്ങൾ എല്ലാരും കോൽക്കളി കഴിഞ്ഞിട്ട് ഇനി റിസൾട്ട് ഒക്കെ വന്ന് പതുക്കെ പോവുള്ളൂ. വന്നില്ല എന്ന് ഇവരുടെ ഇടയിൽ ഒരു കൺഫ്യൂഷൻ നടക്കുക. എന്തായാലും വന്നിട്ടില്ല എന്നാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ മത്സരം കഴിഞ്ഞ് കൂട്ടുകാർക്ക് അവരുടെ മത്സരം കാണാനായിട്ട് അവരുടെ കൂട്ടത്തിലൊക്കെ വന്ന് ഇങ്ങനെ നിന്ന് അങ്ങനെ ഒരു ഫ്രണ്ട്സ് ഗാങ്ങിന്റെ ഇടയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇങ്ങനെയുള്ള ഒരുപാട് വിശേഷങ്ങളാണ് ഈ കലോത്സവത്തിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കുറേ കലാമത്സരങ്ങളിൽ പങ്കെടുക്കുന്ന കുട്ടികൾ പങ്കെടുക്കാനായിട്ട് വെയിറ്റ് ചെയ്യുമ്പോൾ ടെൻഷൻ അടിച്ചിരിക്കുന്ന കുട്ടികളെയൊക്കെ നമ്മൾ കണ്ടു അല്ലേ? ഇത് അങ്ങനെയുള്ള കുട്ടികളുടെ പാരന്റ്സ് ആണ് കേട്ടോ. ഒപ്പന കളിക്കാൻ പോവാണല്ലേ മക്കള്? കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞിട്ടില്ല. പെർഫോമൻസ് വരാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ അതിനെ വെയിറ്റ് ചെയ്യാണ്. ഏത് സ്കൂളിലാണ് മക്കള് പഠിക്കണത്? MES സ്കൂളിലെ കുട്ടികളുടെ പാരന്റ്സ് ആണ്. ഒപ്പനയാണ് ഐറ്റം. അപ്പൊ അത് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ മക്കൾ അവിടെ അകത്ത് ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ടാവും, പാരന്റ്സ് അവിടെ പുറത്ത് ടെൻഷൻ അടിച്ചിരിക്കുകയാണോ? ഇവിടെ ടെൻഷൻ ഉണ്ടോ? കുറച്ച് ഇല്ലാണ്ടാവില്ല. അവര് പെർഫോമൻസ് നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, പ്രാക്ടീസ് ചെയ്യുമ്പോ ഒക്കെ കണ്ടതല്ലേ? കണ്ടതാണ്. എന്താ തോന്നണേ? മക്കള് കേറുന്ന തന്നെ വിചാരിക്കുന്നു. എന്റെ മക്കളുടെ ടെൻഷൻ ഉണ്ടോ? ഇല്ലല്ല, ടെൻഷൻ ഇല്ല. ഉപജില്ലയില് ഫസ്റ്റ് കിട്ടിയപ്പോ ജില്ലയിലും ഫസ്റ്റ് തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷ ഉണ്ട്. പ്രതീക്ഷയിലാണ്. ഇവിടെ ഒരാളുണ്ടല്ലോ, അനിയത്തിയാണോ ചേച്ചിയാണോ അകത്ത്? ഒപ്പന കളിക്കാൻ പോകുന്നത് ചേച്ചിയാണല്ലേ? അപ്പൊ ചേച്ചി ഒപ്പന കളിക്കാൻ പോകുമ്പോ മത്സരല്ലേ? അപ്പൊ ഫസ്റ്റ് കിട്ടുമോ കിട്ടില്ലേ അങ്ങനെയൊക്കെ ടെൻഷൻ ഉണ്ടോ? ഉണ്ട്. ഒപ്പന കളിക്കണ കണ്ടോ ചേച്ചി? കണ്ടല്ലേ? മോൾക്ക് അതുപോലെ ഒപ്പന കളിക്കാൻ തോന്നിയോ? തോന്നിയിട്ടുണ്ട്. അപ്പൊ കുറച്ചുകൂടി വലുതായിട്ട് കളിക്കണം അല്ലേ നമുക്ക്? എന്താ പേര്?
ഫാത്തിമ. ഓക്കെ. അപ്പോൾ നമ്മളിങ്ങനെ കുട്ടികളുടെ പെർഫോമൻസ് കലോത്സവം ഇങ്ങനെ അതിനായിട്ട് നമ്മൾ വന്നിരിക്കുക. നമ്മളും ചെറുപ്പത്തിൽ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? ഇല്ല, ഞാൻ എടുത്തിരുന്നില്ല, മോളപ്പ് എടുക്കുന്നുണ്ട്. ആണല്ലേ? ഞാൻ ഒപ്പന കളിച്ചിരുന്നാണ്. അതെ അതെ. അപ്പൊ ആ ഒരു ഇൻസ്പിറേഷനിലാണോ മോളിപ്പോ? അതെ 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 അതെ. അപ്പൊ ഇങ്ങനെ പറയാറുണ്ടോ? പണ്ടത്തെ കഥകളൊക്കെ പറയാറുണ്ടോ? ആ ഉണ്ട് ഉണ്ട് ഉണ്ട്, പണ്ടത്തെ കഥകളൊക്കെ പറയാറുണ്ട്. ചേച്ചി കളിക്കാറുണ്ടോ? കളിച്ചിട്ടുണ്ട്. ഉണ്ടല്ലേ? ഒപ്പന തന്നെയാണോ? അതെ അതെ അതെ. അപ്പോ മക്കൾ ഈ പറഞ്ഞ പോലെ ഒപ്പന കളിക്കുന്ന സമയത്ത് സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് ടെൻഷനൊക്കെ ഉണ്ടാവുമല്ലോ അവർക്ക്. അപ്പൊ ഇങ്ങനെ നമ്മളും പണ്ട് ടെൻഷൻ അടിച്ചിരുന്ന ആളായതുകൊണ്ട് നമുക്കത് മനസ്സിലാവും പെട്ടെന്നല്ലേ? അവരെന്ന് വെച്ചാൽ ചെറുപ്പത്തിലേത് കളിച്ച് പ്രാക്ടീസ് ഒക്കെ കൊടുക്കണ കിട്ടിയ കാരണം ഇല്ലാത്ത ടെൻഷൻ തോന്നിയിട്ടില്ലേ കുട്ടികൾക്ക്. അവർ കുറച്ചും കൂടെ കോൺഫിഡൻസ് ഉള്ള ആളുകളാണ്. ചേച്ചി പണ്ട് കളിക്കാറുണ്ട്? കളിച്ചിട്ടുണ്ട്. ഉണ്ടല്ലേ? ഒപ്പന തന്നെ. അപ്പൊ ഈ ഒരു കലോത്സവത്തിനൊക്കെ വരുന്ന സമയത്ത് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ പഴയ ഓർമ്മകളൊക്കെ വരും അല്ലേ? അപ്പൊ നമ്മളിങ്ങനെ ഓർമ്മകളൊക്കെ അയവിറക്കി മക്കൾക്ക് കോൺഫിഡൻസ് ഒക്കെ കൊടുത്ത് ആ മഴയൊക്കെ കണ്ടിങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും മക്കൾക്ക് ഈ ഒരു പെർഫോമൻസ് കഴിയുമ്പോൾ നല്ല നമുക്ക് സാറ്റിസ്ഫൈഡ് ആവുന്ന റിസൾട്ട് തന്നെ ആവട്ടെ. നന്നായി പെർഫോം ചെയ്യാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്. പാരൻസിനും വേണമല്ലോ ഒരു ബെസ്റ്റ് ഓഫ് ലക്ക്. കാരണം അവർ ഈ ടെൻഷൻ അടിച്ച് അവരെ കുട്ടികളെ പോലെ തന്നെ പാരൻസും ടെൻഷൻ അടിക്കുന്ന ഒരു സമയമാണല്ലോ. അപ്പം എന്തായാലും നല്ലൊരു റിസൾട്ടൊക്കെ ഉണ്ടാവട്ടെ. താങ്ക് യു.